ആ എന്തായി എന്താ ഞാൻ അവിടെ അടക്കള നിൽക്കുന്നത് എന്തിനാ എനിക്ക് വിശക്കനെ വല്ല ഉണ്ടാക്കി തിന്നാൻ ആ ഇവിടെ എല്ലാരും ഇരിക്കുന്നു ഇവിടെ ആ ഓവന് പിള്ളേരെല്ലാം കൂടെ മുടിയന്റെ റൂമിനകത്ത് ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്തിട്ട് അത് നേതൃത്വം കൊടുക്കണത് ലച്ചു ഓ ഞാനൊന്നും പറയാൻ പറ്റില്ല ഞാന് ഒരു വക ഞാൻ പിണ്ടില്ല ആ ആ ആ ആ ഇടി ഞാൻ പറഞ്ഞത് ഒന്ന് പറഞ്ഞ് ആ എഞ്ചിനീയറുടെ കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു നല്ലൊരു ബന്ധമായിരുന്നു തുലച്ചിലിടാന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അവ എന്നെ അടിക്കാൻ നിൽക്കണത് കാണിച്ചിട്ട് തിന്നാൻ നിൽക്കണ വാങ്ങി ആ ഇങ്ങനെയാണെങ്കിൽ നീ വരുമ്പോൾ എൻ്റെ ജഡമായിരിക്കും കാണുന്നത് ഓ ആ അങ്ങനെ ചെയ്യില്ല പാടി വച്ചിട്ട് പാടി കിടന്ന് വച്ചിട്ട് പോ നീ നിൻ്റെ ഒരു മോനും ആ ശരി ഓ ഓ കല്ല് ചൂടാവില്ല ഇത് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ എൻ്റെ ഊര് കിടക്കുമോ ചത്തു ഇവിടുത്തെ ശരിയാവൂല ഞാനാ ഇവിടെ പുട്ടുണ്ടാക്കുന്നത് ദോശമാവ് കൊണ്ടാണോ പുട്ടുണ്ടാക്കുന്നത്? ആ ദോശമാവ് കൊണ്ട് പുട്ടുണ്ടാക്കാൻ കണ്ടുകൂടെ അപ്പൊ മനസ്സിലായി ദോശയാന്ന് ഉണ്ടാക്കണ മനസ്സിലായി പിന്നെന്ത് ചോദിക്കണം എന്ത് ചെയ്യണമെന്ന് എന്തിനാ ദോശ ഉണ്ടാക്കുന്ന? ആ ദോശ ഉണ്ടാക്കിട്ട് ആ പാറ അവിടെ കൊണ്ട് കളയും. ഓ അച്ഛന് കഴിക്കാനാ? അല്ല നിനക്ക് കഴിക്കേ. എനിക്ക് ദോശ വേണ്ട ഓംലെറ്റ് ഉണ്ടാക്കിയ. വാച്ചാ അച്ഛാ അച്ഛാ എന്ത് അച്ഛാ അമ്മേനെ വിളിച്ചാ? അമ്മേനെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേ? ഇവിടെ ഒന്നും കഴിക്കാനുണ്ടാക്കിയില്ലെന്നാ. ഇവിടെ ഞാൻ അവിയലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, തോരനുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറ് വെക്കാൻ പോകുന്നു, പിന്നെ മീൻ വറുക്കാനുള്ളത് മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ വറുത്ത് തരൂലേ? ഇതൊക്കെ എപ്പാ ചോറുണ്ടാക്കാൻ പോണേ, മീൻ പൊരിക്കാൻ പോണേ, അവിയൽ വെക്കാൻ പോണേ, എപ്പോഴും അവിടെ പോയി വർത്താനം പറയുന്നില്ല ഇത്ര നേരം? ആ വർത്താനം പറഞ്ഞോണ്ടിരിക്കണേയായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മ ഫോൺ ചെയ്തത്. എന്നിട്ട് ഫോണിൽ കൂടെ എന്റെ കാരണം തുറന്നു തന്നു. ഞാൻ എന്റെ നേതൃത്വത്തില് ഞങ്ങൾ എല്ലാരും കൂടെ അച്ഛനെ കടിച്ചു കയറാൻ നിൽക്കുവാണെന്നാ. അല്ലാതെ അച്ഛനല്ല ഞങ്ങളെ കടിച്ചു കയറാൻ നിൽക്കണം അല്ലേ? എനിക്ക് നിങ്ങൾ മനസ്സമാനം തന്നില്ലെങ്കിൽ ഞാൻ അവളെ ഇനിയും വിളിക്കും. അച്ഛൻ ഒരു വിധത്തിൽ അമ്മയ്ക്ക് സമാനം കൊടുക്കലാന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയല്ലേ? എടാ നീ എന്ന് എനിക്ക് മനസ്സമാനം തരണ ഇല്ലല്ല, അതുകൊണ്ട് ഞാൻ അവളെ വിളിച്ച് അവളെ മനസ്സമാനം ഞാൻ എടുത്തു. അച്ഛാ ശരിക്കും അച്ഛൻ്റെ മനസ്സമാനം എങ്ങനെ പോയെന്നാണ്? ഏയ് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയും എന്നെ പോലെ മണവും ഗുണമൊന്നുമില്ലാത്തവനാണ്. ഞാൻ പണ്ട് പഠിച്ച് കഴിച്ചൊക്കെ പാസ്സായി, എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ജോലി ഒരു കൈത്തൊഴിൽ പഠിച്ച്, പക്ഷെ അതൊരു വലിയ കാര്യമായിട്ട് ചെയ്യാനുള്ള ആംബിയറും ഇല്ലായിരുന്നു, അതും ശോഭിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്കറിയാം അന്നേ എനിക്കത് ദൂരെ കൂട്ടി എനിക്കറിയാം ഞാൻ ഒരു ലെവലിൽ എത്താൻ പോകണമെന്നറിയാം. അപ്പം ഞാൻ നല്ലൊരു കുടുംബത്തിൽ കയറി പെണ്ണ് കെട്ടി, അതാണ് നീലു. എനിക്ക് വല്ല കുറവുണ്ടടാ? എടാ ആഹാരത്തിന് ആഹാരം, സ്വസ്ഥത കിടന്നുറങ്ങാം, അവളെ പൊന്നുമല്ലടാ നോക്കണത്. അടിപൊളി. അതാണ് ഞാൻ പറയണത്. നീ എന്നെപ്പോലെ നീ കണ്ട് നീ നോക്ക്. നീ എടാ നീ ഇതുപോലെ വേറെ കുടുംബത്തിൽ പോയിട്ട് നല്ല പിള്ളേരെ കിട്ടറാ, സാമ്പത്തിക ശേഷിയുടെ പെണ്ണെ കിട്ടറാ, ഇതുപോലെ സുഖിച്ച് ജീവിച്ചുകൊണ്ടാ എനിക്ക്. ഞാൻ എത്ര ഉദ്ദേശിച്ചോളൂ. അല്ല നീ വലിയ IAS കാരനോ IPS കാരനോ ഞാൻ കരുതിയില്ല. അയ്യോ കരിഞ്ഞു അച്ഛന് ദോശ വേണ്ട, അച്ഛൻ അതിന്റെ അമ്മ നിന്നോളും. ആശ ചേട്ടാ അച്ഛൻ ചേട്ടൻ നല്ല കൊട്ടുകൂട്ടിട്ടാ പോയത്. വലിയ നാണക്കേടായിപ്പോയി. അല്ല എന്നാലും അച്ഛൻ എന്തോ ഒരു വർത്തമാനം പറഞ്ഞിട്ടാ പോയത്, ശരിയായില്ലല്ലോ.